ഇത് റെഡ് വെൽവെറ്റ് കേക്ക്, ഇത് മാംഗോ കേക്ക്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് ഈ എൻ്റെ മഹത്വകരമായ ജന്മദിനമാണ്. അപ്പം ഇങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്ക് മേടിച്ചേക്കുവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ 3 കേക്ക് ഉണ്ടല്ലോ എന്നിത്. അപ്പം അത് മാത്രമല്ല, സാധാരണ മുറിക്കുന്ന കേക്കിൻ്റെ ആ ഒരു വ്യാസം ഒന്നും ഇതിൽ കാണുന്നില്ല. കാരണം നമ്മൾ ഇന്നലെ വരെ ഓണത്തിൻ്റെ പായസം കുടിപ്പായിരുന്നു. അപ്പം ഏകദേശം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയാണ് സംഭവം തീർന്നത്. അപ്പോൾ ഒരുപാട് മധുരം കഴിച്ചു. നമ്മൾ കറികൾക്കകത്ത് കഴിച്ചു, പായസമായിട്ട് കഴിച്ചു, അല്ലാതെ ശർക്കര പാനിയായിട്ട് കഴിക്കുന്ന അതിടയ്ക്ക് തോണ്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു കേക്ക് ഇനിയും വളരെ വലുതായിട്ട് ഇനി ഒരു 2-3 ദിവസം വീണ്ടും ഇരുന്ന് കേക്ക് കഴിക്കണ്ട. കാരണം ഷുഗറൊക്കെ നോക്കുമ്പം അറിയാം, ഇത്രയും നാൾ നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ഇങ്ങനെ എന്നാ പറയുന്നത് ബോർഡർ ലൈനിലാണ്. അപ്പോൾ അത് കൂട്ടണ്ടെന്ന് വിചാരിച്ച് ഇന്ന് ചെറുതാക്കി ഒരെണ്ണം പറയട്ടെ, ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ തികയത്തില്ല, ഒരടിയാകും ഇവിടെ. അതുകൊണ്ട് 3 എണ്ണം മേടിച്ചു. അതാകുമ്പം ബർത്ത്ഡേ അല്ലെങ്കിലും 3 പേർക്ക് മുറിക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓരോരുത്തർ ഓൾറെഡി പറഞ്ഞു 1 മാങ്ങായേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്നും ടേസ്റ്റ് ചെയ്യണം, മറ്റേതിൻ്റെ അകത്തുനിന്നും ടേസ്റ്റ് ചെയ്യണം. എന്നതാണേലും ശരി, ഇന്ന് എൻ്റെ ജന്മദിനം ഞാൻ തന്നെ കൊണ്ടാടുവാണ്. ഓൾറെഡി ഞങ്ങൾ KFC ഒക്കെ കഴിച്ചു. അപ്പം സന്തോഷം, സമാധാനം, സ്വസ്ഥം. ഇനി ഈ കേക്കും കൂടെ കഴിച്ച് ഞങ്ങൾ ആഘോഷിക്കും. ഇത് നമ്മുടെ നെസ്റ്റോ, മിയാമോൾ നെസ്റ്റോയിലുള്ള, ഷാർജയിലെ മിയാമോൾ നെസ്റ്റോ അവിടെയുള്ള ഫലൂഡ വേൾഡ് എന്നും പറഞ്ഞുള്ള ഫുഡ് കോർട്ടിലെ ഒരു ഫലൂഡ വേൾഡ് എന്നും പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് 3rd ഫ്ലോറിൽ, 3rd ആണോ 4th ആണോ ഇവിടെ അവിടെ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഇതിന് പെർ പീസിന് 7 dirhams ആണ്. 8 dirhams. വളരെ ഞങ്ങൾ അവിടെ നിന്ന് ഫലൂഡ കഴിച്ചിട്ടുണ്ട്, ഫലൂഡയും ജ്യൂസും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, മിതമായ നിരക്കാണ്. ഇപ്പം അതെ, അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ അന്ന് നമ്മളിത് ഇരിക്കുന്ന കണ്ടായിരുന്നു. അപ്പം അന്നേ നമ്മൾ തീരുമാനിച്ചു ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് മേടിക്കാമെന്ന്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അത് ഞാൻ വെൽവെറ്റ് കഴിക്കാവേ, റെഡ് വെൽവെറ്റ്. അപ്പോൾ ഈ ബേസ് ആണെങ്കിലും ചോക്ലേറ്റാണ് കേട്ടോ, ഇതിൻ്റെ ബേസ് ചോക്ലേറ്റാണ്. സമയലോട്ടൻ എന്നാ കഴിക്കുന്നത്? രണ്ടും വേണമായിരിക്കും. ഇതിൻ്റെ ഇത് കണ്ടോ, ദേ വെള്ളം പോലെ ഒരു മഴത്തുള്ളി പോലെ ഇത് ഇരിക്കുന്നുണ്ടോ? ജെല്ലിയാ, ജെല്ലി. ഞാൻ ദേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാവേ. അയ്യോ, ഇങ്ങനെ ഇരിക്കുന്നു. ചീസല്ലേ? ചീസല്ല, ഇത് റെഡ് വെൽവെറ്റ് മോസ് ആവണേലും ശരി, ചീസ് ആണേലും ശരി, റബ്ബർ പോലെ ഇരിക്കുന്നത്. ശരിയാണല്ലോ. അപ്പോൾ ഇത് റബ്ബർ പോലെയാണ് ഇരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. എങ്ങനെയുണ്ട്? എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒന്നുകൂടെ മുറിക്കട്ടെ. അത് ഇഷ്ടപ്പെട്ടില്ല. അകത്തോട്ട് കയറിയില്ല. അകത്തായിരിക്കും എല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും. അകത്ത് വല്ല ഇരിപ്പുണ്ടോ? അകത്ത് ഒന്നും ഇരിപ്പില്ല, കണ്ടോ. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗുണമേ ഇല്ല, കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. പുഡിംഗ് അല്ല, ഇത് ഒരുമാതിരി മാഷ്മെലോയുടെ ഒരു ടെക്സ്ചറാണ്. നല്ല കളറുണ്ട്. ആണോ? എനിക്ക് അങ്ങനെ, ഇതൊരു കേക്കിന്റെ ടെക്സ്ചർ അല്ല. ഇത് നമ്മുടെ മാഷ്മെലോ പോലെ ഇരിക്കുന്നത്, ഇങ്ങനെ മാഷ്മെലോ പോലെ ഇങ്ങനെ വൃത്തികേടായിട്ട് കേക്ക്. നമുക്ക് മാംഗോയും അതേപോലെ തന്നെ. ഇത് അതുപോലെ തന്നെയാണ്. സാമ സമ്മതിക്കുന്നില്ല. ഇത് കേക്കിന്റെ ഇതല്ല, ഇതൊരു ശരിയാ ഒരു പുഡിങ് പോലെ. പക്ഷെ ഒരു സോഫ്റ്റ് ആണ്, പക്ഷെ കേക്ക് അല്ല. അപ്പം നിങ്ങളാരും ബർത്ത്ഡേക്ക് അവിടെ പോയി കേക്കാന്ന് പറഞ്ഞ് ഇത് മേടിക്കരുത്. അവര് ചീസ് കേക്ക് എന്നാണ് പറയുന്നത്, പക്ഷെ ചീസ് കേക്ക് അല്ല. ഇത് ഒരു പുഡിങ് പോലത്തെ ഒരു ഐറ്റമാണ്. നമുക്കൊരു ഡെസേർട്ടായിട്ടൊക്കെ ഇതിനെ കഴിക്കാൻ പറ്റും. ബർത്ത്ഡേ കേക്കാന്ന് പറഞ്ഞാൽ ആരും പോയി മേടിച്ച് ഞങ്ങളെ തല്ലരുത്. അപ്പോൾ കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ ജ്യൂസും ഫലൂടയൊക്കെ നല്ലതാണ് കേട്ടോ, വലിയ റേറ്റും ഇല്ല. അപ്പം അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് അത്രയും ഒരു പറ്റീരാണ്, ചെറിയൊരു പറ്റീര്.
കളറൊക്കെ ഇങ്ങനെ ചടിച്ച് വെച്ച് ഷേപ്പൊക്കെ ഹാർട്ടാക്കി വെച്ച് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. വലിയ ഇതൊരു കേക്കിന്റെ ആ ഒരു കേക്ക് അല്ല ഇത്. കേക്ക് അല്ല, ആ അതനുസരിച്ച് നല്ലതാ. പക്ഷെ ഇത് അവർ കേക്ക് എന്നല്ലേ പറയുന്നത്. അല്ല ഇവര് വേറെന്തോ പേരാ പറഞ്ഞല്ലേ? ഇത് അതിന്റെ ഫ്ലേവറിന്റെ പേരാ അവള് പറഞ്ഞത്, എന്നത് റെഡ് വെൽവെറ്റ് മൂസ്. ആ പക്ഷെ ഇത് എന്നാ സംഭവമാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു മാഷ്മല ഒക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിങ്ങും ഒരു കുറച്ച് പുഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ് അല്ലേ ഇത് ഇപ്പൊ നമ്മൾ മുറിക്കാൻ തന്നെ കുറച്ച് കിടന്ന് നമ്മളിങ്ങനെ കുറച്ച് കഷ്ടപ്പെടണം. ഇതുണ്ടോ ഇങ്ങനെ റബ്ബർ പോലെ അതിന്റെ മേൽഭാഗം മാത്രം, മേൽഭാഗം അത് മൊത്തം വീളും ആകും എല്ലാം ഒരുപോലെ. അത് ഇത് മറ്റേ അടുത്ത ചോക്ലേറ്റ് ഒന്ന് കഴിച്ചു എന്റെ കവറ് അത് കഴിക്കും. അത് ഞാൻ ഓൾറെഡി കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് കുഴപ്പമില്ലാത്തൊരു ചോക്ലേറ്റ്. ഒത്തിരി നല്ല ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇത് എങ്ങനെയാ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യാം. നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്നെ വിഷ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? ഫ്ലോപ്പൊന്നും അല്ല, നല്ലതായിട്ട് KFC കഴിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. കേക്ക് മുറിക്കണ്ടെന്നുള്ളത് തീരുമാനത്തിലായിരുന്നു. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു ആയൊക്കെ ഒരു ഭംഗിയായിട്ടൊരു സംഭവം ഇരുന്നോട്ടെ എന്നുള്ള ഇതിൽ മേടിച്ചാണ്. ഇത് ഫ്ലോപ്പായെന്നൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.